Hi everyone. 31st January 2024 ഷിഫ്റ്റ് 1 30ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇൻ്റഗ്രേഷനിലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രോപ്പർട്ടീസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധാരാളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അല്ലേ. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 4x ഡിവൈഡഡ് ബൈ 4x + 2 എന്നാണ്. ഓക്കെ, നമുക്ക് എം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്, അതുപോലെ എൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എമ്മും എന്നും തമ്മിൽ ആൽഫ എം ഇസ് ഈക്വൽ ടു ബീറ്റ എൻ എന്ന് പറയുന്ന ഫോമിൽ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ആൽഫ എന്താണ് ബീറ്റ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി വളരെ ഫേമസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതിനെ കിങ്സ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയാറുണ്ട്. ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്താണത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പം എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷനകത്ത് എക്സിന് പകരം നമ്മൾ എ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4x എന്നുള്ള എന്തായിട്ട് മാറും? 4a ആയിട്ട് മാറും. താഴെ അതേപോലെ 4a പ്ലസ് 1 പ്ലസ് 2 എന്നാണ് വരിക. ഓക്കെ, യെസ്, പ്ലസ് ഇനി എഫ് ഓഫ് 1 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സിനെ 1 മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 4 മൈനസ് എ വരും, താഴെയും 4 മൈനസ് എ പ്ലസ് 2 വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ എന്താണെന്നുള്ള കൃത്യമായ ഒരു ആൻസർ കിട്ടും. അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ ഈ സമ്മ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ 4a ഡിവൈഡഡ് ബൈ 4a പ്ലസ് 2 അവിടെ നിർത്തി, പ്ലസ് ഈ രണ്ടാമത്തെ 4 മൈനസ് എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. താഴെയും അതേപോലെ 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 2 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ LCM ഒക്കെ എടുക്കുന്ന സമയത്ത് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 പ്ലസ് ഇവിടെ എന്താ വരിക? 4 ബൈ 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ബാക്കി വരുന്നത് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ നമുക്ക് അവിടെ നിന്നൊരു 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 പ്ലസ് 4 എന്നാണ് വരിക. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 മുകളിൽ വരും. ഇനി നിങ്ങൾ ഡിനോമിനേറ്ററിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഡിനോമിനേറ്ററിൽ ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ആ 4 പ്ലസ് 2 എന്നുള്ള ഡിനോമിനേറ്റർ നമ്മൾ അങ്ങനെ എഴുതി. ന്യൂമറേറ്റർ നമുക്ക് 4 പ്ലസ് 2 ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും സെയിം ആണ്. സോ ദ ആൻസർ ഈസ് ഗോയിങ് ടു ബി 1. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ എന്ന് പറയുന്ന റിസൾട്ട് എന്താണ്? 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട് 1 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാൻ ആദ്യം എമ്മിൽ തുടങ്ങുകയാണ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് 1 മൈനസ് എ എക്സ് ഇൻറ്റു സൈൻ ടു ദി പവർ 4 ബ്രാക്കറ്റിനകത്ത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്നാണുള്ളത് അല്ലേ, ഇൻറ്റു ഡി എക്സ്. ശരിയല്ലേ? ഞാനിവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പോവാണ്. എന്താണ് പ്രോപ്പർട്ടി? എവറി എക്സ് ഇൻ ദി ഫംഗ്ഷൻ വി ഹാവ് ടു റീപ്ലേസ് എവറി എക്സ് ഇൻ ദി ഫംഗ്ഷൻ ബൈ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ വിച്ച് ഈസ് ഗോയിങ് ടു ബി ഇൻ്റഗ്രൽ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് 1 മൈനസ് എ. ഫസ്റ്റത്തെ എക്സിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാണ്? എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യാണ്, മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ എന്ന് പറയുമ്പോഴത്തേക്കും 1 മൈനസ് എ മൈനസ് എക്സ് എന്നാണ് വരിക. അപ്പോൾ ഞാൻ ഈ എക്സിനെ ഒന്നും കൂടെ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ കാണുന്ന ഈ ഓരോ എക്സിനെയും ഞാൻ എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കി മാറ്റണം. അപ്പോൾ അവിടെ വരുന്ന എന്താണ്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ മൈനസ് എക്സ് അല്ലേ. അതിൽ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എ എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 1 മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ശരിയല്ലേ? ഇൻറ്റു സൈൻ ടു ദി പവർ 4 ഞാൻ ഈ അകത്തുള്ള ഈ ആദ്യത്തെ എക്സിനെ 1 മൈനസ് എക്സ് ആക്കാണ്. ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റിലിട്ടു.
അകത്തുള്ള 1 മൈനസ് എക്സിനെയും 1 മൈനസ് എക്സ് ആക്കുകയാണ്. ഓക്കെ, ഇൻറ്റു ഡി എക്സ് കിട്ടും. റൈറ്റ്, നൗ ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് 1 മൈനസ് എ. ശ്രദ്ധിക്കുക, എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് 1 മൈനസ് എൻ്റെയും സം ആണ് 1 എന്ന് പറയുന്നത്, അല്ലാതെ അത് സെപ്പറേറ്റ് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 മൈനസ് എക്സ് എന്ന് എഴുതി, ഇൻറ്റു സൈൻ ടു ദി പവർ 4 എഴുതി. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് നോക്കൂ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1 മൈനസ് 1 പ്ലസ് എക്സ് എന്നാണ് വരിക. ആക്ച്വലി അത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് തന്നെയാണ് വരിക, ശരിയല്ലേ? എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്നാണ് വരിക. ഞാൻ ആ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് തന്നെ എഴുതി, ദെൻ ഇൻറ്റു ഡി എക്സ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ 1 കണ്ടോ, ഇവിടെ കാണുന്ന 1 കണ്ടോ, ഈ 1 മൈനസ് എക്സ് കണ്ടോ, ഈ 1 മൈനസ് എക്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ആണ്, ഈ സൈൻ ഓഫ് സംതിങ്ങിനെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് 1 മൈനസ് എ. ആ 1 കൊണ്ട് സൈൻ ടു ദി പവർ 4നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈൻ ടു ദി പവർ 4, പിന്നെയുള്ളത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. അത് അതേപോലെ എഴുതി. അതിനുശേഷം ഞാൻ ഡി എക്സ് ഇട്ടു, ദെൻ മൈനസ് ഇൻ്റഗ്രൽ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് 1 മൈനസ് എ. പിന്നെ എനിക്കുള്ളത് എക്സ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ ടു ദി പവർ 4, പിന്നെ ബ്രാക്കറ്റിനകത്ത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് എന്നാണ് വരിക, ശരിയല്ലേ? എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ എങ്ങനെ തുടങ്ങിയത്? എം എന്നാണ്, എം ആണ്. റൈറ്റ് സൈഡിൽ എന്താണ് നോക്കിക്കേ, ഈ സൈൻ ടു ദി പവർ 4 നോക്കിക്കോ. ഈ കാണുന്ന സംഗതി എന്താണ്? ആ കാണുന്ന സംഗതി എന്ന് പറയുന്നത് എൻ ആണ്, ശരിയല്ലേ? ഇവിടെ എൻ നമ്മളെ ക്വസ്റ്റിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് 1 മൈനസ് എ സൈൻ ടു ദി പവർ 4 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ അതിന് ഞാൻ എൻ എന്ന് കൊടുത്തു, മൈനസ്. ഇനി രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ ശ്രദ്ധിച്ചേ. ഈ രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ്റെ അവിടെ ശ്രദ്ധിക്കണേ, എക്സ് ഇൻറ്റു സൈൻ റേസ് 4, ബാക്കി ബ്രാക്കറ്റിനകത്തുള്ള അതേ സാധനം തന്നെയാണ്. അത് ആക്ച്വലി നമ്മൾ എം ആണ്. സോ ദിസ് ഈസ് മൈനസ് എം എന്ന് എഴുതി. അപ്പോൾ ഞാൻ എം ഇസ് ഈക്വൽ ടു എൻ മൈനസ് എം എന്ന് എഴുതി. അങ്ങനെ ഫോമിലേക്ക് നമ്മൾ വന്നു. എന്ന് വെച്ചാൽ നമ്മൾ എമ്മിൽ തുടങ്ങിയിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്നിലേക്കും കൂടെ വരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എമ്മിനെ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2m ഇസ് ഈക്വൽ ടു എൻ എന്നാണ് കിട്ടുക. ഇതെനിക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള ആൽഫ എം ഇസ് ഈക്വൽ ടു ബീറ്റ എന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ആൽഫ എം ഇസ് ഈക്വൽ ടു ബീറ്റ എൻ എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നതാണ് ആൽഫ. ഇവിടെ എമ്മിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 2 ആണ്. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നതാണ് ബീറ്റ. ഇവിടെ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത് 1 ആണ്. 1 ഇൻറ്റു എൻ ആണ് എൻ. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് 1 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എന്താണ്? ന്യൂമറിക്കലി 5 ആണ് ആൻസർ വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 1 to 30 ക്വസ്റ്റ്യൻസുകൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.